Gold 101.3 FM. നമസ്കാരം. വൈശാഖും സമീറയും അങ്ങനെ ദേറയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്നുള്ളത് ഇക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഗോൾഡ് FM ഇത്തവണയും ഹോം ഫോർ ഈദുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അബ്ദുള്ള കോയയൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. സന്തോഷം. നാട്ടിൽ പോവാണ്, ഇൻഷാല്ലാ പെരുന്നാള് കൂടാൻ പോവാ. എന്താ തോന്നുന്നത്? നാട്ടിൽ പോകാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ റേഡിയോ എഫ്എമ്മിന്റെ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ കൂടുതലൊരു സന്തോഷമായി. നാട്ടിൽ മക്കൾക്ക് അറിയാവോ ഉപ്പ ഇതുപോലൊരു സാഹചര്യത്തിലാണ് കഴിയുന്നുള്ളത്? അറിയാം. അവരിപ്പോ പറയാറില്ല ഉപ്പ അവര് കൂടുതൽ അവർക്ക് ടെൻഷൻ കൊടുക്കാത്ത രീതിയിൽ ജീവിച്ചു പോരാണ്. കാരണം വെച്ചാൽ ഒരാൾ നഷ്ടപ്പെട്ടത് കാരണം കൂടുതൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് മക്കൾക്ക് കൊടുക്കരുത് എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. ഉപ്പായ്ക്ക് ഇപ്പൊ 59-60 വയസ്സോളമായി. അതെ. പക്ഷെ മോൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടാണ് മോനെ തിരിച്ചു കയറ്റി വിട്ടത്. അവൻ ഇന്നെ കയറ്റി എന്നോട് പറഞ്ഞ ഉപ്പനി നാട്ടിൽ നിന്നോന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അങ്ങനെ അവന് 2.5 കൊല്ലം പല ആൾക്കാരെ കൂടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അലവലാതി കമ്പനിയിലേക്ക് പോയത്. ഇപ്പൊ മോൻ എന്ത് പറയുന്നുണ്ട്? മോൻ ഉപ്പ എന്റെ അടുത്ത് വിളിക്കുമ്പോ എന്താ പറയുന്നത്? ഇപ്പോ ഒന്നുമില്ല, ഒരു വീട്ടിൽ അവിടെ നിൽക്ക് വരണമെന്നുണ്ട്. വീട്ടിലവിടെ നിൽക്കെങ്കിൽ കുറച്ച് പഠിച്ചിട്ടൊക്കെ വന്നി ഇങ്ങോട്ട് വന്നാൽ മതി. ഇപ്പം തൽക്കാലം വീട്ടിലവിടെ നിൽക്കുക എന്നുള്ളൊരു ഇതിൽ നിർത്തിയതാണ്. 3 പേര്. അതിൽ ഒരാൾ പോയി മരണപ്പെട്ടു. മോനെ ആക്സിഡന്റിലാണ്. 18 വയസ്സാണ്. ആഗ്രഹമില്ലേ ഭാര്യ അടുത്തേക്ക് ചെല്ലണം? ഇപ്പം ടോട്ടൽ 40 വർഷത്തിനടുത്തായി ഔട്ട് സൈഡ്. 12 വയസ്സിൽ വിട്ടത്. ബാംഗ്ലൂര് 9 കൊല്ലം. ബാക്കിയെല്ലാം ഗൾഫ് കണ്ടിട്ടില്ല. ഇത്താന്റെ കൂടെ അധികം നാളൊന്നും ശരിക്കും നിന്നിട്ടേ ഇല്ല. കല്യാണം 18 വയസ്സ് കഴിഞ്ഞു. വിളിച്ച് സംസാരിക്കുമ്പോ സങ്കടം പറയലുണ്ട്? പറയാറുണ്ട്. ഒരുപാട് കടബാധ്യതകളുണ്ട്. അതൊക്കെ ഒന്ന്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഹോം ഫോർ ഇതിലൂടെ നാട്ടില് പെരുന്നാള് കൂടാൻ ഇൻഷാല്ലാ പോവാണ്. അപ്പൊ ഈ കാര്യം അറിഞ്ഞപ്പോ എന്താ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു? മക്കളൊക്കെ അറിഞ്ഞിരുന്നു? ഇല്ല, മക്കളറിയില്ല. മക്കൾക്കറിയില്ല. ഇല്ല, വിളിച്ചിട്ടില്ല. വിളിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട്. മക്കള് ഇവിടുത്തെ താമസിക്കുന്ന സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അവനിവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കയറ്റി വിട്ടതല്ലേ. ആ ആൾക്കാരെങ്കിലും പിന്നെ ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുണ്ടോ? പൈസ കൊടുക്കാം. ഉണ്ട്. ഇത്ര ആള് വിളിക്കുന്നുണ്ട്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഒരു 18 റുപ്യ ഒരാൾക്കുണ്ട്. 18,000 ദുർഹം. ഒരാൾ സൗദിയിലുള്ളത് 45,000 ദുർഹം അവനോട് മേടിച്ചു. നാട്ടില് ബാങ്ക് ലോണുണ്ട്. വീട്ടിന് വേണ്ടി വെച്ചതിന് 4 ലക്ഷം റുപ്യ. സ്വന്തം വീട് തന്നെയല്ലേ? അതെ. അവധി ദിവസങ്ങളുണ്ടോ നിങ്ങൾക്ക്? അത് എല്ലാ ദിവസവും ജോലി ചെയ്യണം? പെരുന്നാളിലും എല്ലാം അവധിയില്ല. ഇല്ല. നാട്ടില് അത്തോളിയിലാണ് സ്ഥലം. സ്വന്തം ഒരു വീടുണ്ട്. പക്ഷെ എന്നാ കഷ്ടപ്പാടുണ്ട്. എന്നാലും മനസ്സിലൊരു സന്തോഷമില്ല ഇപ്പൊ? ഇല്ല, രണ്ടാമത് വരുന്നില്ല. പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചിട്ട് ഉണ്ടല്ലേ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യണമെന്ന് ഇപ്പൊ 2-3 ദിവസമെങ്കിലും കിട്ടുമായിരിക്കും ഈ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് ഈ ഒരു ലീവിന് പോകുമ്പോഴത്തേക്ക്. എന്താ ഏറ്റവും ആഗ്രഹം? എന്താണ് ആഗ്രഹം? വീട്ടിൽ തന്നെ ഇരിക്കണം, കഴിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഇതൊന്നും എവിടെയും പോകാറൊന്നുമില്ല. സ്വന്തം മോനോടുള്ള ഇഷ്ടം കൊണ്ടാണ് മോനോട് തിരിച്ചു കയറി പൊക്കോളാന്ന് പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞ ഒറ്റ ഇപ്പോഴും ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് ഈ ഒരു പ്രായത്തിൽ. എന്താ ഇങ്ങനെയുള്ള ചെറിയ പ്രായത്തിലുള്ള പയ്യന്മാരോടൊക്കെ പറയുന്നത്? അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തില് മക്കളാരും പോകരുതെന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. എല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിയുകയും സന്തോഷത്തോടെ ജീവിക്കുകയും വേണം. ഇപ്പോഴും വീട്, ഉമ്മ, ഉപ്പ, അച്ഛന്, അമ്മ എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുക എന്നുള്ളൊരു തന്നെ. ശരിയൊക്കെ. അപ്പൊ എന്തായാലും നല്ല ഒരു പെരുന്നാളാവട്ടെ ഇൻഷാല്ലാ. നന്നായിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ വീട്ടുകാരോട്. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ പോലെ കടങ്ങളൊക്കെ ഉടനെ തീരട്ടെ. ഇത് കാണുന്നവരെല്ലാരും എന്തായാലും ഇക്കാക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ദുആ ചെയ്യും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നല്ലതാണ്. സ്വന്തം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഈ ഒരു 60ാമത്തെ വയസ്സിലും ഇവിടെ ദുബായിൽ കഷ്ടപ്പെടുന്ന അബ്ദുള്ള കോയക്കെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്.
എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരുപാട് ആൾക്കാർ യു എ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വർഷങ്ങളായി പെരുന്നാൾ കൂടാൻ നാട്ടിൽ പോയിട്ട് ചിലപ്പോൾ ഒരു 2 വർഷം 3 വർഷം കൂടുമ്പോൾ നാട്ടിൽ പോകുന്നുണ്ടാവും. പക്ഷെ കുടുംബത്തോടൊപ്പം ഒരു പെരുന്നാളൊക്കെ കൂടിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരാളാണോ? തീർച്ചയായും നിങ്ങൾക്കൊരു അവസരമുണ്ട്. ഗോൾഡ് FM ഹോം ഫോർ ഇതിലൂടെ SMS അയച്ചാൽ മതി. ഗോൾഡ് ഈദ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് വെച്ച് 6883 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ സജസ്റ്റും ചെയ്യാം. ഗോൾഡ് ഈദ് എന്ന് ടൈപ്പ് ചെയ്യുക, അവരുടെ പേരും വെച്ച് നമ്പർ തന്നാൽ മതി. 6883 എന്ന നമ്പർ.